ബാർക്കോഴ വിവാദത്തിൽ LDFന്റെ സമര തീരുമാനം വൈകുന്നതിനിടെയാണ് CPI ഒറ്റയ്ക്ക് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വിഷയത്തിൽ CPM നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പന്നിൻ രവീന്ദ്രനും പ്രകാശ് ബാബുവുമടക്കമുള്ള CPI നേതാക്കൾ ഉന്നയിച്ചത്. ധനമന്ത്രിയായ KM മാണി മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്നാണ് പലരുടെയും പ്രചാരണം. എന്നാൽ അഴിമതിക്കാരനായ KM മാണിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾക്ക് തങ്ങളുടെ പിന്തുണയുണ്ടാകില്ലെന്ന് പന്നിൻ രവീന്ദ്രൻ തുറന്നടിച്ചു. മാണി പാരമ്പര്യമുള്ള ആളാണ്. മാണി ഒരുപാട് തവണ മുഖ്യമന്ത്രിയായ ധനകാര്യമന്ത്രിയായ ആളാണ്. അയാൾ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ഒരു നല്ല ആളാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളോട് ഞങ്ങൾ പറഞ്ഞേക്കാം, ആ സ്വപ്നം ആ കട്ടിൽ കണ്ടാലും നിൽക്കണ്ട, ആ കട്ടിൽ പിടിക്കാൻ ഞങ്ങളെ കിട്ടില്ലെന്ന് മാത്രമേ ഞങ്ങളിപ്പോ പറയുന്നുള്ളൂ. പിടിക്കുന്ന ആളുകൾ പിടിച്ചു കൊണ്ടുപോകണം. അഴിമതി കട്ടിലുമായി ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർ പോയിക്കൊള്ളണം. ഞങ്ങൾ അതിലില്ല. സോളാർ സമരമടക്കമുള്ളവ പകുതി വഴിക്ക് വെച്ച് നിർത്തിയതിനെ വിമർശിച്ച പന്ന്യൻ തങ്ങളുടെ സമരം അത്തരത്തിലായിരിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ യോഗം ചേർന്ന് തീരുമാനിച്ചു, സംസ്ഥാന വ്യാപകമായ ഒരു സമരം ആരംഭിക്കുന്നു. ആ സമരം വഴിക്ക് വെച്ച് നിന്നുപോയി. ആ നിന്നുപോയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല, പറയേണ്ട സമയത്ത് പറയാം. വഴിക്ക് നിന്നുപോയി. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPIക്ക് ഇതുപോലെ ഒരു പാർട്ടി മാത്രമായി ഒരു സമരത്തിൽ രംഗത്ത് വരേണ്ട കാര്യമുണ്ടായത് ഞങ്ങൾക്കാണ്. ആ സമരം ഞങ്ങൾ വഴിക്ക് വെച്ച് ഉപേക്ഷിക്കാൻ പോകുന്നതല്ല. LDF UDF പരസ്പര ധാരണയോടുകൂടിയുള്ള സമരങ്ങൾക്ക് ഇനി CPIയെ കിട്ടില്ലെന്ന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവും കൂട്ടിച്ചേർത്തു. മീഡിയ 1 തിരുവനന്തപുരം.